So welcome back to another episode of Leap by IAS Factor. നമ്മുടെ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകൾക്ക് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അത് നമുക്ക് ശരിക്കും ഒരു എനർജി തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിനകത്ത് വന്ന ഒരു കമൻറ്റും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതായത് സർ PIBയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. അതിന് ഉത്തരം നമ്മൾ ഈ എപ്പിസോഡിൽ തന്നെ തരുന്നതായിരിക്കും. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് എപ്പിസോഡ്. See, which among the following has varieties named Labio rohita and Tenuolosa elisha? See, ഇങ്ങനെ ചോദ്യം കാണുമ്പോൾ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ ടൈപ്പ് ചോദ്യങ്ങൾ UPSC ചോദിക്കുമോ എന്ന്, അല്ലേ? കേരള PSC ആണെങ്കിൽ ഓക്കെ, ഇതൊക്കെ ചോദിച്ചു എന്നിരിക്കും. അതായത് എന്തിൻ്റെയോ സയൻറ്റിഫിക് നെയിമൊക്കെ ചോദിച്ചുകൊണ്ട് UPSC ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടോ അല്ലെങ്കിൽ ചോദിക്കുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നിങ്ങൾ നമ്മുടെ എപ്പിസോഡിലെ ഏത് ചോദ്യങ്ങൾ, അതായത് ഒരു 95% ഓഫ് ദി ചോദ്യങ്ങൾ നോക്കിയാലും അതിനൊക്കെ UPSC മുൻപ് ചോദിച്ച ചോദ്യങ്ങളുടെ സിമിലർ പാറ്റേണിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നത്. ഒരു 5% അല്ലാതാണ്. കാരണം ഇനിയും അവർ മറ്റ് ഏരിയകളിലേക്ക് കടന്നു ചെല്ലുമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ അവിടെ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 5% അല്ലാത്ത ക്വസ്റ്റ്യൻസ് എടുക്കും. 95%ഉം ടൈപ്പ്, ഞാൻ പറയുന്നത് പാറ്റേൺ, നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആ റൂട്ട് പിടിച്ചിട്ടാണ്. മനസ്സിലായില്ലേ? ആ റൂട്ട് പിടിച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം നോക്കിയിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അപ്പോൾ ലാബിയോ റോഹിതയും ടെനുവോലാസ ഇലിഷയും എന്തിൻ്റെ വെറൈറ്റീസ് ആണ് എന്നാണ് ചോദ്യം. ഇതിൽ നിന്നും ആകെ നിങ്ങൾ ലോജിക്കലി ക്രാക്ക് ചെയ്യാൻ പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പാർട്ട് കുറച്ചൊന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. മനസ്സിലായി? ഈ ഒരു പാർട്ട് കുറച്ചൊന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. നമുക്ക് അതേ പറ്റത്തുള്ളൂ. ഇപ്പം നമുക്ക് ആദ്യമായിട്ടൊരു സാധനം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചെറിയ ക്ലൂസ്, ക്വസ്റ്റ്യനുള്ളിൽ ക്ലൂസ് ഉണ്ടാകും. ആ ക്ലൂസിനെ നമ്മൾ കേട്ടിട്ടുള്ളതുമായിട്ട് കണക്ട് ചെയ്യുക. റോഹ്, ലിഷ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് എന്താണ് വരേണ്ടത്? റോഹു, ഹിൽസ, ഈ പേരുകൾ വരണം. റോഹുവും ഹിൽസയും എന്താണ്? അത് ഫിഷസ് ആണ്, അല്ലേ? റോഹുവും ഹിൽസയും എന്താണ്? ബംഗാളി ക്വിസീനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഫിഷസ് ആണ് റോഹു ആൻഡ് ഹിൽസ. റോഹു എന്ന് പറയുന്നത് ഒരു ഫ്രഷ് വാട്ടർ ഫിഷാണ്. നമ്മൾ ഇങ്ങനത്തെ ഇന്ത്യൻ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കണം. റോഹു ഒരു ഫ്രഷ് വാട്ടർ ഫിഷാണ്. ഹിൽസ എന്ന് പറയുന്നത് മറൈനിലും കാണാം, ഫ്രഷ് വാട്ടറിലും കാണാം. അപ്പോൾ ഹിൽസ ബോത്ത് മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ ഫിഷ് ആണെങ്കിൽ റോഹു എന്ന് പറയുന്നത് ഒരു പക്ക ഫ്രഷ് വാട്ടർ ഫിഷ് ആണ്. ഇത് നമ്മുടെ മനസ്സിലേക്ക് വരണം. ഇനി ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം, ഈ ടൈപ്പ് ചോദ്യങ്ങൾ UPSC ചോദിക്കുമോ? നിങ്ങൾക്ക് അതിനുള്ള എക്സാമ്പിൾ ഞാൻ തരുന്നു പ്രീവിയസ് ഇയറിൽ നിന്നും. നോക്കൂ, ഈ ടൈപ്പിൽ എന്തോരം ചോദ്യങ്ങൾ UPSC ചോദിച്ചിട്ടുണ്ട്. ഇതൊന്നും ഒരുപാട് പഴയതൊന്നുമല്ല. 1990-ലോ 2000-കളുടെ തുടക്കത്തിലോ ഒന്നും ചോദിച്ചതല്ല. ഇതൊക്കെ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. ഒരെണ്ണം 2020 ആണ്, ഒരെണ്ണം 2022 ആണ്. ഇങ്ങോട്ടും ഉണ്ട് ഒരുപാട് എക്സാമ്പിൾസ്. നമുക്ക് ഈ സ്ലൈഡിൽ നിരത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. നോക്കൂ, 74 കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിയാൽ സിലോൺ ഫ്രോഗ് മൗത്ത്, കോപ്പർ സ്മിത്ത് ബാർബെറ്റ്, ഗ്രേ ചിൻഡ് മിനിബെറ്റ് ആൻഡ് വൈറ്റ് ത്രോട്ടഡ് റെഡ് സ്റ്റാർട്ട് എന്താണെന്നാണ് ചോദ്യം. ഒരു സാധാരണ, അതായത് പത്രം അത്ര കീനായിട്ട് വായിക്കാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതിനൊന്നും ആൻസർ അറിയണമെന്നില്ല. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? ലോജിക്കലി ക്രാക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ ഉള്ളൂ. മനസ്സിലായില്ലേ? അവിടുന്ന് നമുക്ക് കുറേയൊക്കെ ക്ലൂ കിട്ടും. വൈറ്റ് ത്രോട്ടഡ് അങ്ങനെ നോർമലി ത്രോട്ടഡ് ചേർത്ത് വരുന്നത് ഏത് തരം ജീവികൾക്കായിരിക്കും എന്നൊരു ഐഡിയ നമുക്കുണ്ടെങ്കിൽ അവിടെ ആൻസർ ചെയ്യാം. ഇവിടെ നോക്കിയ 47 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ നോക്കിയ 2022 ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ബേർഡ്. കേട്ടോ, ബേർഡ് അല്ലാത്ത ഏതെന്ന് പറഞ്ഞ് 4 ഓപ്ഷൻ തന്നിട്ടുണ്ടെന്ന് ചോദിക്കാം. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും UPSC ചോദിക്കും. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ എപ്പിസോഡ്സിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പഠിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ, വീണ്ടും എൻവയൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള, എൻവയൺമെന്റൽ ഗവേണൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ദി ടേം ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോൾ. ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോൾ റെഫേഴ്സ് ടു വാട്ട്? എന്താണ് നിങ്ങൾ റീസെൻ്റ്ലി കണ്ട ഈ സാധനം എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നേരത്തെ ഒരു കമൻറ്റ് വന്നിരുന്നു, നമുക്ക് PIBയിൽ നിന്നും ഉള്ള കണ്ടന്റ് ഉൾപ്പെടുത്തുമോ? നമുക്ക് ഹിന്ദുവിൽ വരുന്ന ന്യൂസിൻ്റെ വലിയൊരു ഭാഗവും ഗവൺമെൻറ് സൈഡിൽ നിന്നുള്ള, അതായത് PIB സൈഡിൽ നിന്നുള്ള ന്യൂസ് തന്നെയാണ്. പക്ഷെ നമ്മളൊരു പാറ്റേൺ, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണിൽ കറണ്ട് അഫെയർ എങ്ങനെയാണ് ചോദിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ
നിങ്ങൾക്ക് ഈ പറയുന്ന PIB എന്നോ ഹിന്ദു എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അതായത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ, അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് PYQ പ്രോപ്പർലി അനാലിസിസ് നടത്തണം എന്ന് ടോപ്പേഴ്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? PYQ അനാലിസിസ്. എന്തിനാ ഈ PYQ അനാലിസിസ് നടത്തണം എന്ന് പറയുന്നത്? അത് കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കാനല്ല, മുൻകാലങ്ങളിൽ എങ്ങനെയാണ് ഇവർ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നത് UPSC എന്ന് നമ്മൾ പഠിക്കണം. നമ്മൾ ആ ഒരു അനാലിസിസ് വെച്ചിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് PIB ഉൾപ്പെടുന്നുണ്ട്, ഇല്ലാന്നല്ല. ഞാൻ പറയുമ്പോൾ ഹിന്ദു എന്ന് പറയുന്നതിൻ്റെ വൺ ഓഫ് ദി മെയിൻ റീസൺ, നിങ്ങൾ പത്രം വായിക്കണം. നിങ്ങൾ മൾട്ടിപ്പിൾ റിസോഴ്സസ് റെഫർ ചെയ്യരുതൊരിക്കലും. അല്ല, ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, ചെയ്യണ്ട എന്നല്ല, ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു നല്ല ന്യൂസ് പേപ്പർ, ഹിന്ദു ഓർ ഇന്ത്യൻ എക്സ്പ്രസ്, നല്ല ഡീറ്റെയിൽ ആയിട്ട് വായിച്ചിരിക്കണം. നിങ്ങളോടിപ്പോൾ ഞാൻ വന്നിട്ട് ഹിന്ദു വായിക്കണം, PIB വായിക്കണം, യോജന വായിക്കണം, കുരുക്ഷേത്രം വായിക്കണം, ഇങ്ങനെ പറഞ്ഞാൽ മൾട്ടിപ്പിൾ റിസോഴ്സസ് നിങ്ങളെ കൊണ്ട് പറ്റാതെ വരും. അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഒരു പ്രിപ്പറേഷനും എങ്ങും എത്താതെ വരും. അതിലും ബെറ്റർ ആണല്ലോ ഹിന്ദു കൺസിസ്റ്റൻ്റ്ലി വായിച്ചു പോകുന്നു. അതിനകത്ത് PIB റിലേറ്റഡ് ന്യൂസ് വരുന്നുണ്ട്. അത് കൂടാതെ PIBയിൽ ഒന്നുമില്ലാത്ത അടിപൊളി ന്യൂസ് വരുന്നില്ല. ഇപ്പോൾ ഈ സാധനങ്ങൾ ഇപ്പോൾ ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോൾ, ഇത് PIBയിൽ ന്യൂസ് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. മനസ്സിലായി? അതായത് ഇതിന് മുമ്പ് ചോദിച്ച റോഹുവിൻ്റെ ഹിൽസയുടെ സാധനം, അത് PIBയിൽ അങ്ങനെ ഒരു ന്യൂസ് അല്ല. പക്ഷേ ഇതൊക്കെ UPSC ചോദിക്കും. ഓക്കെ, നമുക്കിനി ആൻസറിലേക്ക് പോവാം. ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോൾ, ഒരുമാതിരി ഹിന്ദു വായിച്ചിട്ടുള്ള എല്ലാവർക്കും ഇതിനെ ആൻസർ അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ വലിച്ച് നീട്ടുന്നൊന്നുമില്ല. ആൻസർ ഈസ് എ ന്യൂ ക്ലൈമറ്റ് ഫിനാൻസ് ടാർഗറ്റ് ടു റീപ്ലേസ് $100 billion per year goal for supporting climate action in developing countries. അതായത് ഡെവലപ്പിംഗ് കൺട്രീസിലെ ക്ലൈമറ്റ് ആക്ഷന് വേണ്ടിയിട്ട് എന്താണ് $100 billion എന്ന് പറഞ്ഞൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. ആ ടാർഗറ്റിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയതായിട്ട് വരുന്ന പ്രോഗ്രാമാണ് ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോൾ, ആൻഡ് ഇറ്റ് ഈസ് അണ്ടർ ദി ഗൈഡൻസ് ഓഫ് UNFCC. UNFCCയുടെ ഗൈഡൻസിലാണ് എന്ത് വരുന്നത്? ഇങ്ങനെ ഒരു ക്ലൈമറ്റ് ഫിനാൻസ് ടാർഗറ്റ് വരുന്നു. ഇത് ആർക്കുള്ള ടാർഗറ്റാണ്? ഇറ്റ് ഈസ് ഫോർ ഡെവലപ്ഡ് കൺട്രീസ്. അതായത് ഡെവലപ്ഡ് കൺട്രീസ് ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ ക്ലൈമറ്റ് ആക്ഷന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ റിസോഴ്സ് മൊബിലൈസ് ചെയ്യണം. ഡെവലപ്ഡ് കൺട്രീസ് ഡെവലപ്പിംഗ് കൺട്രീസിനായിട്ട് ഫിനാൻഷ്യൽ റിസോഴ്സ് മൊബിലൈസേഷൻ നടത്തണം. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്ത്? ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോൾ. കളക്റ്റീവ്, കണ്ടോ അവിടെ കളക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്? ഡെവലപ്ഡ് കൺട്രീസ് ഒരുമിച്ച് ചേർന്ന് ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ ക്ലൈമറ്റ് ആക്ഷനായിട്ട് ഫിനാൻഷ്യൽ റിസോഴ്സസ് മൊബിലൈസ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നതാണ് ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോൾ. നെക്സ്റ്റ് നോക്കൂ, ഓപ്ഷനിൽ നിന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം. ദി ഭൂനീർ പോർട്ടൽ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റി പ്രൈമർലി എയിംസ് ടു. ഇങ്ങനെ എന്തിനാണ് ആ ചോദ്യം അതിനകത്ത് സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റി ഇൻക്ലൂഡ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് ഗസ് ചെയ്യാം. ഓവർസീ ആൻഡ് റെഗുലേറ്റ് ദി യൂസ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസ്. അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ ഇവിടെ കിടപ്പുണ്ട്, അത് തന്നെയായിരിക്കും ഉത്തരം എന്ന് ഗസ് ചെയ്യണം. പക്ഷേ ചില കുട്ടികളുണ്ട്, അയ്യോ മുകളിലും ഗ്രൗണ്ട് വാട്ടർ ഉണ്ട്, താഴെയും ഗ്രൗണ്ട് വാട്ടർ തരുമോ, എന്നെ തെറ്റിപ്പിക്കാനായിരിക്കും UPSC നോക്കിയിരിക്കുന്നത് എന്നൊരു തെറ്റായ ധാരണ ഒരുപാട് ആസ്പിരൻസിന് എപ്പോഴും ഉണ്ട്. പ്രത്യേകിച്ച് എക്സാം ഹാളിൽ കയറിയിരിക്കുമ്പോൾ. ടെസ്റ്റ് സീരീസ് ഒന്നും ചെയ്യുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാവത്തില്ല. എക്സാം ഹാളിൽ കയറിയിരുന്ന് കഴിയുമ്പോൾ പലരും വിചാരിക്കും, അയ്യോ മേളിൽ ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് തന്നു, അപ്പോൾ താഴെ ഗ്രൗണ്ട് വാട്ടർ തന്നത് എന്നെ തെറ്റിക്കാനായിരിക്കും. ഈ ചിന്ത പാടില്ല. ഞാൻ പറഞ്ഞത് UPSC നമ്മളെ തെറ്റിക്കാനായിട്ട് ചോദ്യങ്ങൾ ഇടുന്നത് വളരെ കുറവാണ്. അല്ലെങ്കിൽ ഒരു ട്രിക്കി സാധനങ്ങൾ വളരെ റെയറായിട്ടേ ഇടത്തുള്ളൂ. കാരണം എന്താ? നമ്മൾ തന്നെ തെറ്റിച്ചോളും എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് തെറ്റിക്കാനായിട്ടൊന്നും അവർ ചോദ്യം ഇടത്തില്ല. അപ്പോൾ അവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എങ്ങനെയാണ് UPSC ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിക്കുക? ആ സ്വഭാവം പഠിച്ചാൽ മതി നമ്മൾ. മനസ്സിലായോ? എങ്ങനെയാണ് UPSC ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കുക, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിക്കുക? ആ സ്വഭാവം തെറ്റിപ്പിക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് പ്രിലിംസ് പാസ്സാവാം നമുക്ക്. അതുകൊണ്ട് അനാവശ്യമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സിനെ തെറ്റിദ്ധരിക്കരുത്. അപ്പം ഭൂനീർ പോർട്ടൽ എന്തിനാണ് കൊണ്ടുവന്നേക്കുന്നത്? റെഗുലേറ്റ് ദി യൂസ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസ്. ഗ്രൗണ്ട് വാട്ടർ എക്സ്പ്ലോയിറ്റേഷൻ ഇന്ത്യയിൽ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. അത് വലിയൊരു വിഷയമാണ്. നിങ്ങൾ മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിലും അത് പഠിച്ചു വെക്കണം. ഗ്രൗണ്ട് വാട്ടർ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു അലാമിംഗ് സ്റ്റേജിലാണ് ഇന്ത്യയിൽ നിൽക്കുന്നത്. കാരണം ഇന്ത്യയിലെ ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസ് ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതിൽ മെജോറിറ്റി ഏതിനാണെന്ന് ചോദിച്ചാൽ അഗ്രികൾച്ചറിന് തന്നെ. അതാണ് അതിൻ്റെ രസം. ഇന്ത്യയിലെ ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസ് ഏറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പം ഭൂമിക്കടിയിലുള്ള വെള്ളം ചുമ്മാതെ ആവശ്യത്തിനും അനാവശ്യത്തിനും അടിച്ചു കയറ്റി കളഞ്ഞ് വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. സോ മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ അതിനങ്ങനെ ഒരു 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 ക്വസ്റ്റ്യൻ്റെ ഒരു സ്വഭാവം അവിടെ കിടപ്പുണ്ട്.
അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഭൂനീർ പോർട്ടൽ എഴുതാം. അവിടെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഭൂനീർ പോർട്ടൽ എന്തിനാണെന്ന് ചോദിച്ചാൽ ഗ്രൗണ്ട് വാട്ടർ മാനേജ്മെന്റ്, ഇതാണ് സംഭവം. ഓക്കെ, so it's a single window system for the management and regulation of groundwater resources, and it seeks to curb excessive groundwater withdrawal. അപ്പോൾ ഒരുപാട് അമിതമായിട്ട് ഗ്രൗണ്ട് വാട്ടർ യൂസ് ചെയ്യുന്നത് തടയാനായിട്ട്, അതിന് റെസ്ട്രിക്ഷൻസ് വെക്കാനായിട്ടാണ് ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റി ഇങ്ങനെ ഒരു പോർട്ടൽ കൊണ്ടുവന്നിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കൂ, ഇതും ലോജിക്കലി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന, വാട്ട് ഈസ് ദി പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഹീൽ ഇൻ ഇന്ത്യ ക്യാമ്പയിൻ? നമ്മൾ ആ ഹീലും ഇന്ത്യയും മാത്രം ശ്രദ്ധിച്ചിട്ട് ഓപ്ഷനിലേക്ക് പോവുകയാണെന്ന് ശ്രദ്ധിക്കുക. ടു പ്രൊമോട്ട് ട്രഡീഷണൽ ഇന്ത്യൻ മെഡിസിൻ സിസ്റ്റംസ് ലൈക്ക് ആയുർവേദ ആൻഡ് യോഗ ആവാം. ടു ഫോസ്റ്റർ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ടു എൻഹാൻസ് മെഡിക്കൽ ടൂറിസം എക്കോസിസ്റ്റം ആവാം. ടു പ്രൊവൈഡ് ഫ്രീ ഹെൽത്ത് കെയർ സർവീസസ് ടു അണ്ടർ പ്രിവിലേജ്ഡ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ. അതാവത്തില്ല എന്നൊരു തോന്നലൊക്കെ ചിലപ്പം വേണമെങ്കിൽ ആരുടെയിലേക്ക് മനസ്സിലുണ്ടാവാം. നെക്സ്റ്റ് നോക്കൂ, ടു ട്രെയിൻ മെഡിക്കൽ പ്രൊഫഷണൽസ് ടു വർക്ക് ഇൻ റൂറൽ ഏരിയാസ്. അമിതമായിട്ട് ചിന്തിച്ചു പോകുന്നവർക്ക് അതും വേണമെങ്കിലാവാം. എന്തായാലും എയോ ബിയോ ആയിരിക്കും എന്നുള്ളത് വലിയൊരു വിഭാഗം ആസ്പിറൻസും ഇങ്ങനെ എത്തി നിൽക്കും. അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വാക്കെന്താ? ഹീലും ഇന്ത്യക്കും ഒക്കെ അപ്പുറത്തെ ഹീൽ ഇൻ ഇന്ത്യ. ഇൻ ഇന്ത്യയിലേക്ക് വരൂ, ഇന്ത്യക്കകത്ത് ഹീലാകൂ എന്നാണ് പറയുന്നത്. ഹീൽ ഇൻ ഇന്ത്യ, നിങ്ങൾ ഇന്ത്യയിലേക്ക് വന്ന് നിങ്ങളുടെ അസുഖം മാറ്റൂ. അപ്പം തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ല. എന്തായിരിക്കും? മെഡിക്കൽ ടൂറിസം പ്രൊമോട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് നമ്മൾ ലോജിക്കലി ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ഒരു നിവർത്തിയില്ലാതിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ കയ്യിലേക്ക് ഒരു സാധനം UPSC ഇട്ട് തരും. അത് പക്ഷേ കണ്ണ് തുറന്ന് കാണണം. അവിടെയാണ് നമ്മുടെ കഴിവിരിക്കുന്നത്. കണ്ണ് തുറന്ന് കാണണം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ ലീപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ കൂടെ നിങ്ങൾ കറണ്ട് അഫെയർ മാത്രമല്ല പഠിക്കുന്നത്, UPSC പ്രിലിംസിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഇടുന്നത്, അവിടെ സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെയാണ് തരുന്നത്, അതിനെ എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം എന്നുള്ള സ്ട്രാറ്റജീസും കൂടെയാണ് നിങ്ങൾ കൂട്ടത്തിൽ പഠിച്ചു പോകുന്നത്. അപ്പോൾ 2 in 1 അല്ലേ? അതായത് 2 ഗുണങ്ങൾ, ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന പോലെ ലീപ്പ് കാണുന്നു. കറണ്ട് അഫെയർ എങ്ങനെയാണോ UPSC ചോദിക്കുന്നത് ആ പാറ്റേണിൽ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് കിട്ടുന്നു. അതിനൊപ്പം എലിമിനേഷൻ സ്ട്രാറ്റജീസ്, ലോജിക്കൽ തിങ്കിങ് സ്ട്രാറ്റജീസും കൂടെ നമുക്ക് കിട്ടുന്നു. ലോട്ടറി. അപ്പോൾ ഹീൽ ഇൻ ഇന്ത്യ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മെഡിക്കൽ ടൂറിസം പ്രൊമോട്ട് ചെയ്യാനായിട്ട് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ക്യാമ്പയിനാണ്. അതിനകത്ത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്സിൽ കൂടെ എല്ലാവരും, പ്രൈവറ്റ് പാർട്ടീസും, ഈ ഫീൽഡിലുള്ള പ്രൈവറ്റ് പാർട്ടീസും പബ്ലിക് എന്റർപ്രൈസസും കൂടെ ചേർന്നിട്ട് ഇന്ത്യയിലെ മെഡിക്കൽ ടൂറിസം പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടിയാണ് എന്ത്? ഹീൽ ഇൻ ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഈ ടൈപ്പ് ചോദ്യം ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നോക്കൂ ക്വസ്റ്റ്യൻ നോക്കൂ. ധിരിയോ ഈസ് എ ട്രഡീഷണൽ ബുൾ ഫൈറ്റിംഗ് ഇവന്റ് അസോസിയേറ്റഡ് വിത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്. ആസ് മലയാളീസ് നമുക്കിനകത്ത് ഓരോ ഓപ്ഷൻ ഈസിലി എലിമിനേറ്റബിളാണ് അല്ലേ? തമിഴ്നാട് എന്ന് പറയുന്ന ഓപ്ഷൻ മലയാളീസ് എലിമിനേറ്റ് ചെയ്യും പെട്ടെന്ന്. മലയാളി അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സൗത്ത് ഇന്ത്യൻസ് പെട്ടെന്ന് ഈസിലി എലിമിനേറ്റ് ചെയ്യും. കാരണം തമിഴ്നാടിന് എന്താണ്? ജല്ലിക്കെട്ടാണ് അവരുടെ ഫേമസ് ബുൾ ഫൈറ്റിംഗ് ഇവന്റ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മളിത് എലിമിനേറ്റ് ചെയ്യും. പക്ഷേ നോർത്ത് ഇന്ത്യൻസ് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസ് അല്ലാത്ത ആരെ സംബന്ധിച്ചിടത്തോളം ഇത് തമിഴ്നാട് എലിമിനേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ദിസ് ഈസ് എ ടഫ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് ചോദ്യങ്ങൾ UPSC ചോദിക്കും. പലപ്പോഴും നമ്മൾക്ക്, അതായത് സൗത്ത് ഇന്ത്യൻസിന് ഈസി ആവുന്ന തരത്തിൽ പല ചോദ്യങ്ങളും UPSC ചോദിക്കും. ഈ ടൈപ്പ് ആർട്ട് ആൻഡ് കൾച്ചറൊക്കെ എസ്പെഷ്യലി. എന്തുകൊണ്ടാണ് നമുക്ക് ഈസി ആവുന്നതെന്ന് വെച്ചാൽ ഇത് മെജോറിറ്റി സൗത്ത് ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള എക്സാം എഴുതുന്ന ആസ്പിറൻസിനൊക്കെ എന്താണ്, ഇത് ടഫാണ്. മനസ്സിലായി? അതുകൊണ്ടാണ് ഈ സൗത്ത് ഇന്ത്യൻ ചില ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഫീൽ ചെയ്യും. നമ്മൾ ഈ എന്തിനാ UPSC ഇങ്ങനത്തെ ചോദ്യം ഇട്ടത്? അതുപോലെ ഒരെണ്ണമാണിത്, ധിരിയോ എന്ന് പറയുന്ന ബുൾ ഫൈറ്റിംഗ് ഇവന്റ്. ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ഒരു ബുൾ ഫൈറ്റിങ്ങിന്റെ ഹിസ്റ്ററി ഉണ്ട് അല്ലേ? ഇപ്പം ബുള്ള് വലിയൊരു റോള് ഇന്ത്യയുടെ എല്ലാ കാലത്തും വഹിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഈവൻ നമുക്ക് ഇൻഡസ് വാലി തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണല്ലോ, എന്താണ് ബുള്ളിന് വലിയ റോളുണ്ട്. അപ്പോൾ ബുൾ ഫൈറ്റിങ്ങിന് അതുപോലെ തന്നെ കൾച്ചറൽ റൂട്ട്സ് ഉണ്ട്. ഈ തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ കൾച്ചറൽ റൂട്ട്സ് അല്ലേ? ജല്ലിക്കെട്ട് അറിയാം. ജല്ലിക്കെട്ടിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള തമിഴ്നാടിൻ്റെ സ്ഥലം ഏതാണെന്ന് അറിയാമോ? ഇറ്റ്സ് അലങ്കനല്ലൂർ. അലങ്കനല്ലൂർ. ഈ പേരൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. കാരണം ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാം അലങ്കനല്ലൂർ. നിങ്ങൾ ഉസ്ലാംപട്ടി പെൺകുട്ടി എന്നുള്ള പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കേൾക്കാം, അലങ്കനല്ലൂർ ജല്ലിക്കെട്ട് അങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അലങ്കനല്ലൂരാണ് ജല്ലിക്കെട്ടിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള തമിഴ്നാടിൻ്റെ ഒരു പ്ലേസ്. ഇനി നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് ഉണ്ട്. ധിരിയോ എവിടുത്തെ ഏത് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുൾ ഫൈറ്റിംഗ് ആണ്?
ഇന്ത്യയിൽ പ്രധാനമായിട്ടും 2 സ്റ്റേറ്റ്സ് ആണ് ഈ ബുൾ ഫൈറ്റിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഒന്ന് തമിഴ്നാടാണെങ്കിൽ മറ്റൊന്ന് ഗോവയാണ്. ഗോവയിലെ ഒരു പ്രധാനപ്പെട്ട കൾച്ചറൽ ഇവന്റ് ആണ് ഈ പറയുന്ന ധിരി എന്നൊക്കെ പറഞ്ഞിട്ട്, ധിരി എന്ന് അതിനെ അറിയപ്പെടാറുണ്ട്. ഓക്കെ, അപ്പം ധിരിയോ അല്ലെങ്കിൽ ധിരി എന്നൊക്കെ അറിയപ്പെടുന്ന ബുൾ ഫൈറ്റ് ഇത് ആക്ച്വലി അവിടെ ബാൻഡ് ആണ്. പക്ഷേ റീസെൻ്റ്ലി അതിനെ ലീഗലൈസ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഗോവയിലുള്ള കുറേ MLA മാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. ബാൻഡ് ആണേലും എന്താണ് ഇത് അവിടുത്തെ ലോക്കൽ പോക്കറ്റ്സിലൊക്കെ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യപ്പെടുന്നുണ്ട് ഈ ധിരിയോ അല്ലെങ്കിൽ ധിരി എന്ന് പറയുന്ന ബുൾ ഫൈറ്റിംഗ്. അപ്പം ധിരിയോ ഗോവ, ജല്ലിക്കെട്ട് തമിഴ്നാട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ആർട്ട് ആൻഡ് കൾച്ചർ സാധനം പഠിച്ചു, എൻവയോൺമെൻറ്റിൻ്റെ പല കാര്യങ്ങൾ പഠിച്ചു. എൻവയോൺമെൻറ്റിനകത്ത് തന്നെ കുറച്ചും കൂടെ അല്ലെങ്കിൽ GS3 വരുമ്പോൾ എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സാധനം പഠിക്കുന്നുണ്ട്. അപ്പം ഈ ടൈപ്പ് വെറൈറ്റീസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ലീപ്പ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്.